ഒന്ന് നിന്നേ, നിന്നെ ഒന്ന് കാണാൻ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പ്രതിഭയെ വീട്ടിൽ കൊണ്ടു നിർത്തുന്ന കാര്യത്തിന് നീ എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കിയതല്ലേ? എന്റെ മരുമകളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ എനിക്ക് നിന്റെ ശുപാർശയൊന്നും വേണ്ടടി. പ്രതിഭയെ വീട്ടിൽ സുഖമായിട്ട് കഴിയുന്നുണ്ട്. എന്താ ചേച്ചി ഇത്? ഇവരെന്തൊക്കെയാ പറയുന്നത്? എന്റെ മരുമകൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു ലേഹ്യത്തിന്റെ റിസൾട്ടും കയ്യിൽ പിടിച്ച് ആരോടോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നൊരു തോന്നല് ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിക്കുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ആദ്യം കൊടുത്ത മരുന്ന് ഫലിക്കാതെ വന്നപ്പോ രണ്ടാമത് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? അതിന്റെ റിസൾട്ട് ഉടനെ എനിക്ക് രവി എടുത്തു തരും. അതോടെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എല്ലാവരും അറിയും. അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ലടി. കാരണമേ അത് അവളുടെ ഉള്ളിൽ ചെന്നിട്ടില്ല. അത് ഞാൻ പിടിച്ചു വാങ്ങിയതുകൊണ്ടല്ലേ പ്രതിഭയുടെ ഉള്ളിൽ ചെല്ലാതിരുന്നത്. ഓ അത് ശരി എന്ന് നീ പറയുന്നതല്ലേ, അല്ലാതെ അത് വേറെ ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. എന്നെ കുറ്റക്കാരിയാക്കാൻ നിനക്ക് എന്തൊക്കെയാ പറയാൻ വയ്യാത്തത്? ഇനി അവക്ക് വേറെന്തെങ്കിലും പറ്റി കുഞ്ഞ് അലസിപ്പോവുകയോ പിന്നെ അവൾക്ക് തന്നെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താ അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. വീട്ടില് ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് കരുതി സംഭവിക്കുന്ന അപകടങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രക്ഷപ്പെടാന്ന് ആരും കരുതണ്ട. രണ്ടാമത്തെ മരുന്നില് വിഷമുണ്ടെന്ന് തെളിയുമ്പോഴേ പ്രതിഭയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം അമ്മയ്ക്ക് മാത്രമായിരിക്കും. വേറെന്തെങ്കിലും കാരണം കൊണ്ട് അപകടം സംഭവിച്ചാലും അത് നശിപ്പിക്കാൻ അവസരം നോക്കിയിരുന്നവരെന്തെങ്കിലും ചെയ്തതായിട്ട് എല്ലാവരും പറയും.